ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലീന. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ള് ഫീച്ചർ ചെയ്തേക്കുന്നത് നോർത്തേൺ വിയറ്റ്നാമിലെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടുള്ള നിൻബിനാണ് കേട്ടോ. കോങ് സ്കൾ ഐലൻഡ് പോലെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നിൻബിൻ. വിയറ്റ്നാമിൻ്റെ മെയിൻ ലാൻഡിലേക്ക് വരുന്നവരെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണിതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. അതിൻ്റെ കാരണങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പറയാം. ലാസ്റ്റ് ജനുവരിയിലായിരുന്നു നമ്മൾ വിയറ്റ്നാം വിസിറ്റ് ചെയ്തത്. ഒരു 10 days വിയറ്റ്നാം ട്രിപ്പായിരുന്നു. അതിലൊരു 3 days-ഓളമാണ് നമ്മൾ നിൻബിനിൽ സ്പെൻഡ് ചെയ്തത്. വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഹാനോയിൽ നിന്നാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഷട്ടിൽ ബസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ടാക്സി വിളിച്ച് വരാം. നമ്മൾ നിൻബിനിൽ ഒരു Airbnb അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടായിരുന്നു നിൻബിനിലുള്ള ടൈം സ്പെൻഡ് ചെയ്തത്. പല സ്ഥലങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലം നോക്കി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. നിൻബിനിലെത്തി ഫസ്റ്റ് ടൈം നമ്മൾ പോയെന്ന് പറഞ്ഞാൽ മൂവാ കേവ് എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കാണാനായിട്ടായിരുന്നു. നമ്മൾ സൈക്കിളിലായിരുന്നു പോയത്. നമ്മൾ ബുക്ക് ചെയ്യുന്ന പല Airbnb അക്കോമഡേഷനുകളിലും സൈക്കിൾ അവൈലബിൾ ആയിരിക്കും ഫ്രീ ആയിട്ട്. പിന്നെ നമുക്ക് സ്കൂട്ടിയൊക്കെ വേണമെങ്കിൽ റെന്റിന് എടുക്കാം. നിൻബിനിൽ വന്നിട്ട് ബിച്ച്ഡോങ് പഗോഡ, ട്രാങ് ആൻഡ് ട്രാങ്കോക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തതിന്റെ വേറൊരു പാർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. അപ്പൊ ഇന്ന് നമ്മൾ കയറാൻ പോകുന്ന ഈ മൂവാ കേവ് എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷനിലേക്കുള്ള നടപ്പ് ദേണ്ട ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് ഏതാണ്ട് 500 സ്റ്റെപ്പോളം വരുന്ന അത്യാവശ്യം ഹൈറ്റുള്ള ഒരു ഹൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മൂവാ കേവ് ഹൈക്കിന്റെ സമ്മിറ്റിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഈ നിൻബിനിന്റെ തന്നെ ഒരു ബെസ്റ്റ് പനോരമിക് വ്യൂ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ഒരു ഫിറ്റ്നസ് ലെവൽ വെച്ച് ഒരു 15-20 മിനിറ്റ് കൊണ്ട് കയറി തീരാനുള്ളതേ ഉള്ളൂ എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഞാൻ എന്തായാലും അതിനേക്കാളും കൂടുതൽ ടൈം എടുത്തായിരുന്നു. ഒരു പാതി വഴി എത്തിക്കഴിയുമ്പോൾ നമ്മൾ കയറി പോകുന്ന സ്റ്റെപ്പ് 2ആയിട്ട് വിഭജിക്കും. അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഹൈക്കിന്റെ ടോപ്പാണ് കേട്ടോ ഈ കാണുന്നത്. റൈറ്റ് സൈഡിലേക്കാണ് കുറച്ചും കൂടെ ഹയസ്റ്റ് ആൻഡ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഹൈക്ക്. പക്ഷെ എപ്പോഴും ആളുകൾ കൂടുതലുള്ളതും റൈറ്റ് സൈഡിലേക്കുള്ളൊരു ഹൈക്കാണ്. മുകളിലെത്തുമ്പോൾ ഒരു ആ ഡ്രാഗണിന്റെ ഒരു ഫിഗറൊക്കെ കൊണ്ടാണ് അങ്ങോട്ട് ആളുകൾ കൂടുതൽ കയറുന്നത്. നമ്മളൊരു മെയ് ജൂൺ ടൈമിലൊക്കെ പോകുന്നെങ്കിൽ ഈ താഴെ കാണുന്ന കുളത്തിൽ നിറയെ താമരപ്പൂക്കളായിരിക്കും കേട്ടോ. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നല്ല ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ളൊരു അടിപൊളി ടൈം ആയിരിക്കും. നമ്മൾ ജനുവരിയിൽ പോയതുകൊണ്ട് തന്നെ അവിടെ ഒറ്റ പൂക്കളുണ്ടായില്ല. ഇതൊക്കെ ഞാൻ അതിൻ്റെ ടോപ്പിൽ ചെന്നപ്പോൾ ക്ലിക്ക് ചെയ്ത കുറച്ച് ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. ഞാനുണ്ടെന്നുള്ളൊരു പ്രശ്നം ഒഴിച്ചാൽ ബാക്കി ഫോട്ടോസൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര അനോയിങ് ആയിട്ട് നമ്മൾ വെറുപ്പടിപ്പിക്കുന്ന രീതിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കേവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം ലോക്കൽസ്, അവിടുത്തെ കുറേ ആൾക്കാർ ഇങ്ങനെ നമ്മളോട് ഭയങ്കര അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയും ഇവിടെ മസ്റ്റായിട്ട് പാർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവിടെ കയറി പാർക്ക് ചെയ്യാൻ നിൽക്കരുത്. ആ കേവിൻ്റെ തന്നതായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. ഒന്നെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത്തിരി എങ്ങോട്ടേലും മാറ്റി സൈക്കിൾ ആണെങ്കിലും പാർക്കിങ്ങിന് പൈസ കൊടുക്കണം. അപ്പം എങ്ങോട്ടേലും കുറച്ച് മാറ്റി സൈക്കിൾ ആണെങ്കിലും സ്കൂട്ടി ആണെങ്കിലും എന്തെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കണ്ട. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോക്കൽസ് നമ്മളങ്ങനെ വിളിക്കാൻ തുടങ്ങുന്ന ആ സ്പോട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് സൈക്കിൾ ഔട്ടും. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു കാമായിട്ടുള്ള ഏരിയ നോക്കി എവിടെയെങ്കിലും സൈഡിൽ കൊണ്ട് സൈക്കിളോ സ്കൂട്ടി എന്താണെന്ന് വെച്ചാൽ അത് പാർക്ക് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പീസ്ഫുള്ളായിട്ട് പോകാം. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അവരോടായിട്ട് അടിപിടിക്കേണ്ടി വരും. ഉച്ച സമയത്തൊക്കെ പോകാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല വെയിലടിക്കും. ഒന്നെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ സൺസെറ്റ് കണക്കൂട്ടി പോകുന്നതായിരിക്കും നന്നാവുക. നമ്മളൊരു സൺസെറ്റ് ടൈമിലായിരുന്നു ഏകദേശം പോയത്. Cabaret set on second fret, like my heart stuck in your net. When you sing the chorus low, all my defenses crumble slow. Guitar strings and heartstrings tied, playing love we can't deny. What
yours to recompose. അങ്ങനെ ഏകദേശം സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ താഴേക്ക് നടന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വീഡിയോസിനൊക്കെ ക്ലാരിറ്റി കുറഞ്ഞു തുടങ്ങി, കാരണം വെട്ടം കുറഞ്ഞു തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇറങ്ങി വന്ന വഴിക്ക് 1-2 കുഞ്ഞി കേവൊക്കെ കണ്ടു. അതിനകത്ത് എന്തൊക്കെയോ ആരാധനകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കേവിൻ്റെ പേര് ടൈഗർ കേവ് എന്നാട്ടോ. പറയുന്ന പോലെ തന്നെ അകത്ത് ടൈഗറാണ് ഇരിക്കുന്നത്. പിന്നെ മുമ്പിലൊരു കുഞ്ഞി കുളം പോലെ ഉണ്ട്. പിന്നെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കഴുത്തിറക്കുന്ന വിലയായിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പ്രിഫർ ചെയ്ത സ്ഥലങ്ങൾ സാധാരണ ഇവിടുത്തെ ലോക്കൽസ് ആയിട്ട് ആളുകൾ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഒരുപാട് ഫോറിനേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ടൂറിസ്റ്റുകൾ വന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഓവർ ഹൈപ്ഡും ആണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവും ആണ്. പിന്നെ നമ്മൾ മോളിൽ നിന്ന് കണ്ട ലോട്ടസ് പോലത്തെ ഒരു സാധനം എന്ന് പറഞ്ഞൊരു ഫുട്പാത്ത് പോലെയാണ് കേട്ടോ. അപ്പോൾ ആ ഫുട്പാത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോട്ടസ് ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള സമയത്ത് ഇതിനകത്തൂടെ നടക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ല രസമായിരിക്കും. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം, ജസ്റ്റ് തണ്ട് മാത്രം ഉള്ളതിൻ്റെ കുളത്തിൽ. എൻ്റെ വിയറ്റ്നാം വീഡിയോസ് ഇതുവരെ ആക്ച്വലി ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓരോരോ വ്ളോഗുകൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.